നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചാപ്റ്ററിലെ തന്നെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് അതുപോലെ തന്നെ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഉൾപ്പെടുന്ന റിവിഷൻ ക്ലാസ്സുകളും ലഭിക്കാനായി ഡിസ്ക്രിപ്ഷൻ നോക്കുക. കൂടാതെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തുള്ള പ്ലേലിസ്റ്റിൽ ഈ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്താണ്? ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ് ബൈ എ ബോഡി. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ക്വാണ്ടിറ്റിയാണ്. x1 ഡിനോട്ട്സ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ ബോഡി ആൻഡ് x2 ഡിനോട്ട്സ് ദ ഫൈനൽ പൊസിഷൻ ഓഫ് ദി ബോഡി. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഗിവൺ ബൈ x2 മൈനസ് x1. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ, അത് നമ്മൾ ഡെൽറ്റ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുക. സോ വിൽ ഗെറ്റ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു x2 മൈനസ് x1. ഇപ്പോൾ ഡിസ്റ്റൻസിനെ സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനാവും. ഒന്ന്, ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി. മൂന്നാമത്, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. Then it depends on the path chosen. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ പറയാനാവും നോക്കാം. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ദ ബോഡി. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ദെൻ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ദെൻ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ചോസൺ. സപ്പോസ് ദ ബോഡി മൂവ്സ് ഫ്രം എ ടു ബി. ഓക്കെ, എ ഇസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദി ബോഡി, ബി ഇസ് ദ ഫൈനൽ പൊസിഷൻ. നമ്മളിവിടെ 3 പാത്ത് കൺസിഡർ ചെയ്യാണ്, 1, 2, 3. അപ്പോൾ സി ദ ഡിസ്റ്റൻസ് ഇൻ കേസ് 1, 2 ആൻഡ് 3. ഏത് കേസിലാണ് ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ളത്? 3യിലാണ് അല്ലേ? 3യിലാണ് പാത്ത് ലെങ്ത് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ളത് കേസ് 3യിലാണ്. ഏറ്റവും കുറഞ്ഞ ദൂരത്തിലൂടെ ബോഡി പോകുന്നത് 2 എന്ന പാത്തിലൂടെ പോകുമ്പോഴാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, എയും ബിയും ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഒന്ന് തന്നെയാണ്, സെയിം ആണ്, മാറുന്നില്ല. പക്ഷേ ആ പാത്ത് മാറിയത് കൊണ്ട് ഡിസ്റ്റൻസ് മാറി, സഞ്ചരിച്ച ദൂരത്തിൽ വ്യത്യാസം വന്നു. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ ആ ഡയറക്ഷനും കൂടി കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അതിനൊരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഒരു നമ്പറാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ആവറേജ് വെലോസിറ്റി, it is defined as the change in position or displacement in unit time. x1 is the position of the body at time t1 and x2 the position at time t2. Then average velocity, നമുക്കറിയാം displacement by time ആണ്. What is displacement? x2 minus x1. Final position minus initial position by time taken. ടൈം ടേക്കൺ എങ്ങനെ കിട്ടും? t2 മൈനസ് t1. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. വാട്ട് ഈസ് ദ യൂണിറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് മീറ്റർ ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ മീറ്റർ പെർ സെക്കൻഡ്. യു ആർ ഗിവൺ ദിസ് പൊസിഷൻ ടൈം ഗ്രാഫ്. സി, കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. വാട്ട് ഈസ് ടാൻ തീറ്റ ഫ്രം ദ ട്രയാങ്കിൾ? ഓപ്പോസിറ്റ് സൈഡ് അവിടെ എന്താ? എ ബി ബൈ അഡ്ജസൻറ്റ് സൈഡ് ബി സി അല്ല. എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ ബി സിക്ക് എന്ത് കൊടുക്കാം? ബി സിയുടെ ലെങ്ത് എന്ന് പറയുന്നത് t2 മൈനസ് t1. ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് average velocity. If the body is moving away from the origin or the position coordinate is increasing with respect to time, the position time graph is a straight line with a positive slope and the average velocity is positive. Okay, ഇനി മറ്റൊരു കേസ് കൺസിഡർ ചെയ്യാം. The body is moving towards the origin. Position time graph is a straight line with a negative slope. നേരത്തെ കിട്ടിയതുപോലെയല്ല, ഇപ്പോൾ ഗ്രാഫിൻ്റെ ചെരിവ് നെഗറ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ് if the position is decreasing with respect to time
or if the body is moving towards the origin. അപ്പോൾ ഇവിടെയും നമുക്ക് ഗ്രാഫിൽ നിന്ന് ആവറേജ് വെലോസിറ്റി കണ്ടെത്താൻ കഴിയും. മറ്റൊരു കേസ്, അതായത് ഇഫ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, ഗ്രാഫിന് സ്ലോപ്പ് 0 ആണ്, സോ ആവറേജ് വെലോസിറ്റി ഈസ് 0, or you can say that the object is at rest. അതായത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. ആവറേജ് സ്പീഡ് ഇസ് ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് ഇസ് ഡിസ്റ്റൻസ് ബൈ ടൈം. യൂണിറ്റ് പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മീറ്റർ, ടൈമിൻ്റെ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്, ഡയമെൻഷൻ LT⁻⁻1. ഈ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുമ്പ് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വെലോസിറ്റി ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്, സ്പീഡാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് തന്നെയാണ് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും തമ്മിൽ വരിക. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0, അത് തന്നെയാണ് ആവറേജ് വെലോസിറ്റിയുടെ കേസിൽ പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ്, അതേപോലെ തന്നെ ആവറേജ് സ്പീഡ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി, ഇവിടെ വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, സ്പീഡ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ രീതിയിൽ രണ്ടും കമ്പയർ ചെയ്തിട്ട് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. അതേ പോയിൻറ്റ്സ് ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും കേസിൽ കിട്ടിയ അതേ പോയിൻറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആവറേജ് സ്പീഡ് ഇസ് ഓൾവേസ് പോസിറ്റീവ് ബിക്കോസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത് ഇസ് പോസിറ്റീവ്. ഇഫ് ദ മോഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പാത്ത് ലെങ്ത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവുന്ന കേസിൽ ആവറേജ് വെലോസിറ്റിയുടെ വാല്യൂ അതുപോലെ തന്നെ ആവറേജ് സ്പീഡ് രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആണ്, കാരണം ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്, സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റിയും അതുപോലെ തന്നെ ആവറേജ് സ്പീഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ ഒരു ചേഞ്ച് ഇൻ ഡയറക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പാത്ത് ലെങ്ത് എപ്പോഴും കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടിയാൽ സ്പീഡ് കൂടുതലായിരിക്കും. ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സോ ദിസ് ഷോസ് ദാറ്റ് സ്പീഡ് ഇസ് ഗ്രേറ്റർ ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. ആക്സിലറേഷൻ, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം. ആക്സിലറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് v2 minus v1 divided by t2 minus t1. So that is delta v divided by delta t. What is delta v? ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് ഡെൽറ്റ വി കൊണ്ട് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്നത്. v2 മൈനസ് v1, അതാണ് ഡെൽറ്റ വി. വാട്ട് ഇസ് ഡെൽറ്റ ടി? ടൈം ഇൻ്റർവൽ t2 മൈനസ് t1. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ a ഈക്വൽ ടു v മൈനസ് u ഡിവൈഡഡ് ബൈ t. ഫസ്റ്റ് കേസ്, സപ്പോസ് ഫൈനൽ വെലോസിറ്റി v ഗ്രേറ്റർ ദാൻ ഇനീഷ്യൽ വെലോസിറ്റി u. v മൈനസ് u അല്ലേ, അപ്പോൾ v ആണ് വലുത്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടുക. ഓക്കെ, ദെൻ ആക്സിലറേഷൻ ഇസ് പോസിറ്റീവ്. കൺസിഡർ ദ സെക്കൻഡ് കേസ്, v ലെസ് ദാൻ u. ആ കേസിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ നെഗറ്റീവാണ് കിട്ടുക. ഇങ്ങനെയുള്ള കേസിൽ ഇറ്റ് ഇസ് കോൾഡ് ഡീസിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. ഒരു കേസും കൂടി കൺസിഡർ ചെയ്യാം. ഫൈനൽ വെലോസിറ്റി ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി, v ഈക്വൽ ടു u. v ഈക്വൽ ടു u ആയതുകൊണ്ട് v മൈനസ് u ഈക്വൽ ടു 0. അതായത് ആക്സിലറേഷൻ ഇസ് 0. അപ്പോൾ ആക്സിലറേഷൻ 0 ആണ് എന്ന് പറഞ്ഞാൽ what should we understand? That is, the velocity of the body remains constant. Velocity constant ആണെങ്കിൽ the body is said to be undergoing uniform motion. Okay, so in the case of uniform motion, acceleration is equal to 0. Either magnitude alone changes or direction alone changes or both magnitude and direction changes. അപ്പോൾ ഇത് ഏത് സംഭവിച്ചാലും ദർ ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ആക്സിലറേഷൻ ക്യാൻ ബി പോസിറ്റീവ്
negative or 0. അപ്പോൾ ആക്സിലറേഷൻ ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെലോസിറ്റി ടൈം ഗ്രാഫ്. t along x-axis, വെലോസിറ്റി v along y-axis. ഓരോ സമയത്തുള്ള വെലോസിറ്റി പ്ലോട്ട് ചെയ്യാം. 3, 15, 4, 15. So you are getting a straight line graph. Uniform motion കേസിൽ velocity time graph is a straight line parallel to x-axis. Okay. Suppose you are finding out area under the graph. Along y-axis you have velocity. Along x-axis you have time. So area under the graph equal to, ഇവിടെ ഏരിയ നമുക്കൊരു റെക്ടാംഗിൾ അല്ലേ കിട്ടുന്നത്. ദിസ് ഇസ് എ റെക്ടാംഗിൾ. ഓക്കെ. ഏരിയ ഓഫ് റെക്ടാംഗിൾ ഇസ് ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. വാട്ട് ഈസ് ദി ലെങ്ത് ഹിയർ? ടൈം അല്ല, ടൈം ആണ് ലെങ്ത്. ഇൻടു വാട്ട് ഈസ് ദി ബ്രെഡ്ത്ത്? വെലോസിറ്റി. വെലോസിറ്റി ആണല്ലോ നമ്മൾ വൈ ആക്സിസിൽ എടുത്തിട്ടുള്ളത്. സോ ബ്രെഡ്ത്ത് ഇസ് വെലോസിറ്റി. സോ യു ഗെറ്റ് ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഈക്വൽ ടു v into t. What is v into t? Velocity into time നമുക്ക് എന്താ കിട്ടുക? It is equal to displacement. Okay. Area under velocity time graph gives displacement. ഈ ഒരു കേസിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഷേപ്പ് നമ്മൾ നോക്കാം. ഇപ്പം 2 വെലോസിറ്റി 5, 4, 10 and the graph is a straight line with a positive slope. So as velocity increases with respect to time, then velocity time graph is a straight line with a positive slope. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാം the body is accelerated. Velocity increase ചെയ്യാണ്, so body is accelerated. Then slope equal to tan theta. Okay, what is tan theta from the figure? It is opposite side by adjacent side. That is BC by AC. It is acceleration. Okay, acceleration. Apart from velocity time graph, if you find out the slope, you get acceleration A equal to V minus U by T. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഒന്ന് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, അതിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. രണ്ടാമത് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ. ഓക്കെ, മറ്റൊരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. സി വെലോസിറ്റി ഡിക്രീസസ് ഹിയർ. ഓക്കെ, സി ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഹിയർ. വെലോസിറ്റി ഡിക്രീസസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ എന്താ വ്യത്യാസം? ആദ്യം കണ്ട ഗ്രാഫ് പോലെയല്ല ഇപ്പോൾ. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. അപ്പോൾ ആക്സിലറേഷൻ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇഫ് വെലോസിറ്റി ഈസ് ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് മീൻസ് യു ഹാവ് നെഗറ്റീവ് ആക്സിലറേഷൻ. അല്ലെങ്കിൽ ഇതാണ് നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്തത്, റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? ഒന്ന്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. രണ്ട്, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ. ദെൻ മൂന്ന്, യു വിൽ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ദ മോഷൻ ഓഫ് ദ ബോഡി. വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ മോഷൻ ഓഫ് ദി ബോഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുതന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസും. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് യൂണിഫോം മോഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. അങ്ങനെയുള്ള കേസിൽ ആക്സിലറേഷൻ 0 ആണ്. ഇൻ ദ കേസ് ഓഫ് ആക്സിലറേറ്റഡ് മോഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഇസ് പോസിറ്റീവ്. In the case of retardation, straight line with a negative slope. Velocity time graph is a straight line with a negative slope. ഈ കേസിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. പക്ഷേ ഈ കേസുകളിലെല്ലാം, അതായത് ആക്സിലറേഷൻ ആയാലും റിട്ടാർഡേഷൻ ആയാലും, വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ആക്സിലറേഷൻ ഇസ് കോൺസ്റ്റൻറ്റ്, or the motion is called uniformly accelerated motion. എന്താണ് യൂണിഫോം ആക്സിലറേഷൻ നോക്കാം. If the velocity of a body changes equally in equal interval of time,
then the body is said to be undergoing uniformly accelerated motion. That is, acceleration remains constant. Equal change in velocity takes place in equal interval of time. ഒരു ഈക്വൽ ടൈം ഇൻ്റർവൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം ഇൻ്റർവലിനുള്ളിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ആയിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻ യൂണിഫോം മോഷൻ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഇൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ acceleration remains constant. Now we'll derive equations of uniformly accelerated motion. First equation, velocity time relation ആണ്. We'll start with the definition of acceleration. A equal to v minus u divided by t. നമ്മൾ പഠിച്ച relation ആണത്. Then cross multiply this equation. You'll get v minus u equal to at or v equal to u plus at. v എന്താണെന്ന് നമുക്കറിയാം. v ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ ആൻഡ് t ടൈം. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. രണ്ടാമത്തേത് പൊസിഷൻ ടൈം റിലേഷൻ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. ഈ ഒരു റിലേഷൻ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. എ ഡി ആണ് നമുക്ക് കിട്ടിയ ഗ്രാഫ്. ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. അപ്പോൾ നമുക്കറിയാം ഇത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ കേസിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. എ ഡി ഇതാണ് ലൈൻ. അതിൻ്റെ താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളും ഉൾപ്പെടും, അതുപോലെ തന്നെ ഈ ഒരു റെക്റ്റാങ്കിളും ഉൾപ്പെടും. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഒ എ ബി സി. ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എ ബിയുടെ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ബി ഡിയുടെ ലെങ്ത്. സോ ഹാഫ് എ ബി ഇൻറ്റു ബി ഡി പ്ലസ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാമല്ലോ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ഒ എ ഇൻറ്റു ഒ സി അല്ലേ. ഒ എ ബ്രെഡ്ത്ത് ആണ്, ഒ സി ലെങ്ത് ആണ്. ഒ എ ഇൻറ്റു ഒ സി. ഇനി നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കൂ എന്താ കിട്ടാൻ നോക്കൂ. ഹാഫ് ഇൻറ്റു എ ബിക്ക് പകരം ഈ ലെങ്ത് അല്ലേ എ ബി, എ മുതൽ ബി വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 0 to t. ഈ ഒരു ടൈം ഇൻ്റർവലാണ് എന്ന് വെച്ചാൽ ടി മൈനസ് 0 എന്ന് എടുക്കാമല്ലോ. അപ്പോൾ ടി ഈ ടൈം ഇൻ്റർവൽ ടി ഇൻറ്റു ബി ഡി. ബി ഡിയുടെ ലെങ്ത് എന്താ വരിക? ബി ഇതാണ് വി. ഓക്കെ, ഡിയുടെ വാല്യൂ വി ആണ്, ബിയുടെ വാല്യൂ യു ആണ്. അപ്പോൾ ബി ഡി എന്ന ലെങ്ത് ഇറ്റ് ഈസ് വി മൈനസ് യു. ഓക്കെ, വി മൈനസ് യു. സോ ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു പ്ലസ് ഒ എ ഫിഗറിൽ നിന്ന് ക്ലിയർ ആണല്ലോ. ഒ എ ഇസ് യു, ഒ സി ടി. സോ ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു പ്ലസ് യു ടി എന്ന് കിട്ടും. ഇനി വി മൈനസ് യുവിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നുള്ള ഇക്വേഷൻ നമുക്കുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വി മൈനസ് യു ഈക്വൽ ടു എ ടി എന്ന് കിട്ടും. ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. Okay, this is known as the displacement time relation for uniformly accelerated motion. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. It is known as velocity position relation. So we'll start with the second equation, s equal to ut plus half at square. That is s equal to ut plus half a ക്ക് പകരം v minus u by t substitute ചെയ്യാം. So half v minus u by t into t square. That is ut plus half v minus u. ഇവിടെ ഒരു താഴെ ടി ഉണ്ട്, മേലത്തെ ടി സ്ക്വയർ ഒന്ന് ക്യാൻസൽ ആവും. വി മൈനസ് യു ഇൻറ്റു ടി എന്ന് കിട്ടും. ദറ്റ് ഈസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് വി ടി മൈനസ് ഹാഫ് യു ഓർ എസ് ഈക്വൽ ടു ഹാഫ് വി പ്ലസ് യു. യു പ്ലസ് വി എന്നുള്ളത് ഞാൻ സൗകര്യത്തിന് വേണ്ടി വി പ്ലസ് യു എന്ന് എഴുതിയതാണ്. സോ വി പ്ലസ് യു ഇൻറ്റു ടിക്ക് പകരം വി മൈനസ് യു ബൈ എ. അപ്പോൾ ഹാഫ് ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ എ എന്ന് കിട്ടും. ദറ്റ് ഈസ് 2as ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക.
2as equal to v square minus u square or v square equal to u square plus 2as. This equation is known as velocity position relation. ഇത് മൂന്നാണ് ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ കാണുന്ന ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫാണ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. പോസിറ്റീവ് ആക്സിലറേഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ ഉണ്ടാകുമ്പോൾ ഉള്ള ഗ്രാഫ് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്